ഹോർമസിൽ യുദ്ധം രൂക്ഷമായിട്ട് തുടരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. അതിനിടയിൽ തന്നെ വലിയ നീക്കങ്ങൾ നടക്കുന്നുണ്ട്. യുദ്ധം ഘടിപ്പിച്ചിരിക്കുകയാണ് ഇറാൻ. മാത്രമല്ല, വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധി ലോകത്ത് എങ്ങും ഉടലെടുക്കുന്നുണ്ട്. ഇതിനിടയിൽ ഇപ്പോൾ സൗദി അമേരിക്കയെ തള്ളിയിട്ട് പുറത്തു വന്നിരിക്കുകയാണ്. അതായത് അമേരിക്കയുടെ ഏറ്റവും അടുത്തതും പഴയതുമായിട്ടുള്ള സഖ്യകക്ഷികളിൽ ഒന്നായിട്ട് കണക്കാക്കപ്പെടുന്ന സൗദി അറേബ്യ ഇപ്പോൾ വൈറ്റ് ഹൗസിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത്. ഇത് ട്രംപിനെ അസ്വസ്ഥമാക്കുന്നുണ്ട്. ട്രംപിന്റെ എതിരെയുള്ള വലിയൊരു തിരിച്ചടിയായിട്ടും ഇതിനെ കണക്കാക്കുന്നുണ്ട്. ഇറാനെതിരായിട്ടുള്ള US-ഇസ്രായേൽ യുദ്ധം റിയാദും ടെഹ്റാനും തമ്മിൽ സംഘർഷം സൃഷ്ടിക്കാനുള്ള ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ആസൂത്രിതമായിട്ട് നടത്തിയ ശ്രമങ്ങളുടെ ഭാഗമാണെന്നാണ് സൗദി രാജകുമാരൻ തുർക്കി അൽ ഫസൈൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ യുദ്ധം കൊണ്ടുവന്നത് ബെഞ്ചമിൻ നെതന്യാഹു ആണ്. മാത്രമല്ല, ഈ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ലക്ഷ്യം റിയാദും ടെഹ്റാനും തമ്മിലടിപ്പിക്കുക, അവിടെ ഒരു സംഘർഷം ഉണ്ടാക്കുക എന്ന രീതിയിലേക്കാണ് ഈ പറയുന്ന ബെഞ്ചമിൻ നെതന്യാഹു ഇതിനിടയിൽ കളിക്കുന്നത് എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇത് അമേരിക്കയ്ക്കേറ്റ രണ്ടാമത്തെ തിരിച്ചടി കൂടിയാണ്. അതായത് സൗദി അറേബ്യ ആവർത്തിച്ച് വിഴുങ്ങാൻ വിസമ്മതിച്ച ഒരു കൈപ്പേറിയ ഗുളികയായിരുന്നു ഇതെന്നാണ് കഴിഞ്ഞ വരാന്ത്യയിൽ സർക്കാർ ഉടമസ്ഥതയിലുള്ള അറബ് ന്യൂസ് തുർക്കി രാജകുമാരൻ എഴുതിയത്. അതായത് ഇറാനെതിരെ സൈനിക നടപടിക്ക് അമേരിക്കയെ പ്രേരിപ്പിക്കുന്നത് സൗദി അറേബ്യ ആണെന്ന പൊതുബോധങ്ങൾക്ക് ഒരു നീക്കുപോക്കായിട്ട്, അല്ലെങ്കിൽ അവരെ അത് വെളിപ്പെടുത്തുന്ന പരമായിട്ടുള്ള കാര്യങ്ങളാണ് നടന്നത്. ഹോർമുസ് കടലിടുക്കിലൂടെ എണ്ണക്കപ്പലുകൾക്ക് സൈനിക കമ്പനി നൽകാനുള്ള പ്രൊജക്ട് ഫ്രീഡം പദ്ധതിക്കായിട്ട് തങ്ങളുടെ വ്യോമാതിർത്തിയും സൈനിക താവളങ്ങളും, അതായത് സൗദിയുടെ വ്യോമാതിർത്തിയും സൈനിക താവളങ്ങളും വിട്ടു നൽകാൻ സൗദി ഇപ്പോൾ വിസമ്മതിച്ചിരിക്കുകയാണ്. കാരണം ഈ യുദ്ധം നടക്കുന്നത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, അമേരിക്ക ഇത് പ്രേരിപ്പിക്കുന്നത് സൗദി അറേബ്യ ആണെന്നുള്ള ഒരു പരക്ക കാര്യങ്ങളുണ്ട്. പക്ഷേ അത് പലർക്കും അറിയാം അതിന്റെ പിന്നിൽ ഇസ്രായേൽ ആണ് എന്നുള്ളത്. എന്നാൽ പോലും ഈ സൗദി അറേബ്യ ആണെന്നുള്ള ഒരു പൊതുബോധ്യങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ് ഇപ്പോൾ കാര്യങ്ങളുടെ നടപടി ഈ സൗദി അറേബ്യ എടുത്തിരിക്കുന്നത്. ഹോർമുസ് വളരെ നിർണായകമായിട്ട് പോവുകയാണ്. അവിടുത്തെ പ്രൊജക്ട് ഫ്രീഡം പദ്ധതിക്കായിട്ട് തങ്ങളുടെ വ്യോമാതിർത്തികൾ വിട്ടു നൽകില്ല എന്ന് ഉറച്ചു പറഞ്ഞുകൊണ്ടാണ് സൗദി അറേബ്യ രംഗത്തെത്തുന്നത്. മാത്രമല്ല, സൗദി അറേബ്യയുടെ ഈ ഒരു നീക്കമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ പ്രൊജക്ട് ഫ്രീഡം പദ്ധതി ഉപേക്ഷിക്കാൻ നിർബന്ധിതനാക്കിയത് എന്നാണ് മറ്റൊരു വിലയിരുത്തൽ. കാരണം ഈ സൗദി അറേബ്യയിൽ ചെന്ന് അവിടുത്തെ വ്യോമതാവളത്തിലും അവിടുത്തെ വ്യോമാതിർത്തിയിലും സൈനിക താവളങ്ങളിൽ നിന്നുകൊണ്ട് അറ്റാക്ക് ചെയ്യാനായിരുന്നു ട്രംപിന്റെ പ്ലാൻ എന്ന് പറയുന്നത്. പക്ഷേ ഇത് സൗദി അറേബ്യ സമ്മതിച്ചില്ല. കാരണം സൗദി അറേബ്യക്ക് അറിയാം ഇറാന്റെ കാര്യം എന്ന് പറയുന്നത്. മാത്രമല്ല, ഇത് അവർക്ക് വലിയൊരു തിരിച്ചടിയായി മാറും എന്നുള്ള ഒരു കാര്യം അറിയാം. അതുകൊണ്ട് തന്നെയാണ് തന്റെ മണ്ണിൽ നിന്നുകൊണ്ട് ഇറാനിലേക്ക് ഒരു യുദ്ധം നടത്തണ്ട എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ട്രംപ് കൊണ്ടുവന്ന ഈ പ്രൊജക്ട് ഫ്രീഡം പദ്ധതി പാളിപ്പോയി എന്ന് വേണം പറയാൻ. എന്തായാലും സൗദി അറേബ്യയുടെ ഈ ഒരു നീക്കമാണ് ഇപ്പോൾ ലോകം ചർച്ച ചെയ്യുന്നത്. കാരണം പതിറ്റാണ്ടുകളായിട്ട് അമേരിക്കയുമായിട്ട് ഒരുമിച്ചുള്ളവരാണ്. അപ്പോൾ പെട്ടെന്ന് ഇത്തരം നിലപാടിലേക്കൊക്കെ സൗദി അറേബ്യ എത്തുമ്പോൾ അത് ട്രംപിന് ഒരു തിരിച്ചടിയാണ്. ഇനി അടുത്ത ഒരു നീക്കം എന്താണെന്നാണ് നോക്കി കാണേണ്ടത്. എന്തായാലും കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനെ വിളിച്ച് നിലപാട് മാറ്റാൻ ട്രംപ് നടത്തിയ അവസാന ശ്രമവും പരാജയപ്പെട്ടതായിട്ട് NBC ന്യൂസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് യാതൊരു തരത്തിലുള്ള ചർച്ചയിലും തങ്ങൾ എടുത്തിരിക്കുന്ന നിലപാടിൽ മാറ്റമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് സൗദി അറേബ്യ വരുന്നത്. എന്തായാലും സൗദി അറേബ്യ വന്നു കഴിഞ്ഞാൽ പിന്നെ ഗൾഫ് മേഖലയിലെ പലരും വരുമോ എന്നുള്ളതാണ്. അതായത് തങ്ങൾക്കെതിരായിട്ട് വന്നു കഴിഞ്ഞാൽ അത് വളരെ ഒരു പ്രശ്നത്തിന്റെ ഒരു കാര്യമായിട്ട് മാറുമെന്നുള്ള കാര്യം അമേരിക്കയ്ക്ക് അറിയാം. അപ്പൊ അമേരിക്ക അതിലും ഭയപ്പെടുന്നുണ്ട്. എന്തായാലും ഗൾഫ് മേഖലയിലെ അമേരിക്കയുടെ ഏകപക്ഷീയമായിട്ടുള്ള തീരുമാനങ്ങൾക്കെതിരെ സൗദി നിലപാടെടുക്കുന്നത് ഇറാന് കൂടുതൽ സുരക്ഷിതത്വം നൽകുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഉദാഹരണത്തിന്, ഹോർമുസ് കടലിടുക്കിലെ എണ്ണക്കപ്പലുകൾക്ക് സൈനിക സുരക്ഷ നൽകാനുള്ള അമേരിക്കയുടെ പ്രൊജക്ട് ഫ്രീഡം പദ്ധതിയിൽ സഹകരിക്കാൻ സൗദി തയ്യാറാവാത്തത് ഇറാന് നേരെയുള്ള സൈനിക സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുമെന്നാണ് ലോക രാഷ്ട്രീയ നിരീക്ഷകർ ഇതിനെ കാണുന്നത്. എന്തായാലും ഇറാനെതിരെ അമേരിക്കയും ഇസ്രായേലും സംയുക്തമായിട്ട് നടത്തുന്ന യുദ്ധം തടയുക എന്നതായിരുന്നു തുടക്കം മുതലേ സൗദിയുടെ നിലപാടെന്ന് തുർക്കി രാജകുമാരൻ തന്റെ ലേഖനത്തിൽ വ്യക്തമാക്കിയിരുന്നു. യുദ്ധം തുടങ്ങിയ ഒരാഴ്ചയ്ക്ക് ശേഷം CNN സംസാരിക്കവേ സൗദി മുൻ രഹസ്യ അന്വേഷണ മേധാവി കൂടിയായിട്ടുള്ള ഇദ്ദേഹം നെതന്യാഹുവിനെ കുറ്റപ്പെടുത്തുകയും നെതന്യാഹു കാരണമാണ് ഇത്തരം അക്രമങ്ങൾ നടക്കുന്നത് എന്നും പറഞ്ഞിരുന്നു. അതായത് ഇത് നെതന്യാഹുവിന്റെ യുദ്ധമാണ്, അദ്ദേഹം എങ്ങനെയൊക്കെയോ ട്രംപിനെ തന്റെ കാഴ്ചപ്പാടുകളെ പിന്തുണയ്ക്കാൻ ബോധ്യപ്പെടുത്തി എന്നാണ് ഈ സൗദി രാജകുമാരൻ പറഞ്ഞിരിക്കുന്നത്. അതായത് ട്രംപിനെ കാട്ടി ഏറ്റവും കൂടുതൽ സൗദി അറേബ്യ തള്ളി പറയുന്നത് ഇസ്രായേലിനെയാണ്. അതായത് ബെഞ്ചമിൻ നെതന്യാഹു ആണ് ഇതിനെല്ലാം ചുക്കാൻ പിടിക്കുന്നത്, ബെഞ്ചമിൻ നെതന്യാഹു കാരണമാണ് തങ്ങൾ ഇപ്പോൾ ഇത്രയും പ്രശ്നം അനുഭവിക്കുന്നത് എന്ന് പറയാതെ പറഞ്ഞു പോകുന്ന ഒരു കാര്യമാണ്
സാഹചര്യമാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഇറാനും മറ്റുള്ളവരും സൗദി അറേബ്യയെ നാശത്തിന്റെ ചൂളിയിലേക്ക് വലിച്ചിടാൻ ശ്രമിച്ചപ്പോൾ പൗരന്മാരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്നതിനായിട്ട് അയൽ രാജ്യത്തിൽ നിന്നുള്ള വേദനകൾ സഹിക്കാൻ നമ്മുടെ നേതൃത്വം തീരുമാനിച്ചു എന്നതാണ് പിന്നീട് അദ്ദേഹം പറഞ്ഞത്. ഹോർമുസിലെ കപ്പലുകളെ സൈനികമായിട്ട് അകമ്പടി സേവിക്കാനുള്ള ട്രംപിന്റെ പദ്ധതിയിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള തീരുമാനത്തെ ന്യായീകരിച്ചു അദ്ദേഹം എഴുതിയ കാര്യമാണിത്. മാത്രമല്ല ഇറാന്റെ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് പ്രതികാരം ചെയ്യാൻ സൗദിക്ക് പൂർണ്ണമായിട്ട് കഴിവുണ്ട് എന്ന് മുൻ ഇന്റലിജൻസ് മേധാവി വാദിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ അത്തരം ഒരു പ്രതികരണം അറേബ്യൻ ഗൾഫ് തീരത്തെ സൗദി എണ്ണ അടിസ്ഥാന സൗകര്യങ്ങളിലും ഡീസലനേഷൻ പ്ലാന്റുകളിലും വിനാശകരമായിട്ടുള്ള ആക്രമണങ്ങൾക്ക് കാരണമായേക്കുമെന്നും രാജ്യത്തിന്റെ ഉള്ളിലെ ലക്ഷ്യങ്ങൾ പോലും ലക്ഷ്യമിട്ടേക്കാം എന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. എന്തായാലും ട്രംപ് വലിയ പ്രതീക്ഷയോടെ പ്രഖ്യാപിച്ച പ്രൊജക്ട് ഫ്രീഡം പരാജയപ്പെട്ടതോടെ അമേരിക്കയ്ക്ക് ഒരു വലിയ ചതുപ്പിൽ അകപ്പെട്ടിരിക്കുകയാണെന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. അത് മാത്രമല്ല പിന്മാറാനോ കൂടുതൽ മുന്നോട്ട് പോകാനോ സാധിക്കാത്ത അവസ്ഥയിലാണെന്നും ഈ സൗദി നയതന്ത്രജ്ഞൻ ദി ഗാർഡിയോട് പറഞ്ഞിട്ടുണ്ട്. കാരണം ഇപ്പോൾ എടുത്തു വെച്ച കെണി സ്വന്തമായിട്ട് ഏറ്റുവാങ്ങുന്നു എന്നാണ് പറയുന്നത്. എന്തായാലും ഇതാണ് ഹോർമുസ് കടലിടുക്കിനെ ചൊല്ലി ഇറാനുമായിട്ടുള്ള സ്തംഭനാവസ്ഥയ്ക്ക് കാരണം. ഇറാനുമായുള്ള ചർച്ചകളിലെ പുരോഗതി കാരണമാണ് താൻ പദ്ധതിയിൽ നിന്ന് പിന്മാറിയതെന്ന് ട്രംപ് അവകാശപ്പെട്ടപ്പോൾ സൗദി അറേബ്യ പദ്ധതി നിരസിച്ചതിനെ കുറിച്ച് അദ്ദേഹം മൗനം പാലിക്കുകയാണ്. എന്തായാലും തുർക്കി രാജകുമാരൻ വ്യക്തമാക്കിയ കാരണങ്ങൾ കൂടാതെ പ്രൊജക്ട് ഫ്രീഡം നടപ്പിലാക്കിയാൽ ഹൂത്തികൾ സംഘർഷത്തിലേക്ക് കടന്നു വരുമോ എന്നും സൗദിക്ക് ആശങ്കയുണ്ടായിരുന്നു. ഈ ചെങ്കടലിലെ മറ്റൊരു പ്രധാന പാതയായിട്ടുള്ള ബാബ് എൻ മന്ദേബാദ് അടച്ചുപൂട്ടാൻ ഇത് കാരണമായേക്കാം എന്ന് സൗദി ഭയപ്പെടുന്നുണ്ട്. അതിനെ വിലയിരുത്തിക്കൊണ്ടാണ് ഇത്തരം നീക്കങ്ങൾ നടത്തുന്നത്. കാരണം അവിടെ ഹോർമുസ് അടച്ച് ഇനി ഈ പറയുന്ന ബാബ് എൽ മന്ദേബ് എന്ന് പറയുന്ന ആ ഒരു കടൽപാത കൂടി അടച്ചു കഴിഞ്ഞാൽ ആകെ മൊത്തത്തിൽ പ്രതിസന്ധിയിലാകും എന്നുള്ളത് സൗദിക്ക് അറിയാം. അതുകൊണ്ടാണ് സൗദി ഇത്തരം നിലപാടുകൾ എടുക്കുന്നത്. എന്തായാലും ഹോർമുസ് അടച്ചതോടെ എണ്ണ കയറ്റുമതി തടസ്സപ്പെട്ട ആഘാതം നേരിടുന്ന സൗദി സമ്പദ് വ്യവസ്ഥയെ ഇത് കൂടുതൽ തകർക്കുമായിരുന്നു. എന്നാൽ സൗദി അറേബ്യയുടെ അയൽ രാജ്യമായിട്ടുള്ള UAE കൂടുതൽ ശക്തമായിട്ടുള്ള നീക്കങ്ങളിലേക്ക് കടക്കുകയാണ്. സൗദി അറേബ്യയെ പോലെ ചെങ്കടൽ വഴി ബദൽ പാതയില്ലാതെ UAE കിഴക്കൻ തീരത്തെ ബുജറൈ പൈപ്പ് ലൈൻ വഴി എണ്ണ കയറ്റുമതി ചെയ്യാൻ പാടുപെടുകയായിരുന്നു. അതുകൊണ്ടാണ് സൗദിയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള UAE പ്രൊജക്ട് ഫ്രീഡത്തെ പിന്തുണച്ചതും തുടർന്ന് ഇറാൻ ആക്രമണത്തിന് ഇരയായതും. എന്തായാലും സംഘർഷം ഒഴിവാക്കാൻ ട്രംപിനെ സൗദി തടഞ്ഞത് സൗദി UAE ബന്ധത്തെ കൂടുതൽ വഷളാക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. എന്തായാലും UAE ഇതിനോടകം തന്നെ ഒപെക്കിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. എന്തായാലും ഇതും വലിയ രീതിയിലുള്ള ഒരു നിർണായകമായിട്ട് മാറും. അതായത് ദീർഘകാലം ശത്രുക്കളായിരുന്ന സൗദിയും ഇറാനും തമ്മിൽ ബന്ധം ഇനി പുനഃസ്ഥാപിക്കും എന്നുള്ള രീതിയിലേക്കാണ് ചില രാഷ്ട്രീയ നിരീക്ഷകർ അതിനെ വിലയിരുത്തുന്നത്. അമേരിക്കയും ഇസ്രായേലിനെയും അകറ്റി നിർത്തിക്കൊണ്ട് പ്രാദേശികമായിട്ടുള്ള സഹകരണത്തിന് ഇറാനും സൗദി ഇപ്പോൾ കൂടുതൽ മുൻഗണന നൽകുന്നു എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. എന്തായാലും അത് സാമ്പത്തികമായിട്ട് ഇറാന് വലിയ നേട്ടമുണ്ടാക്കും. ചൈനയുടെ മധ്യസ്ഥതയിൽ സൗദിയുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെട്ടത് ഇറാന് പുതിയ വിപണികൾ കണ്ടെത്താനും അമേരിക്കൻ ഉപരോധങ്ങളുടെ ആഘാതം കുറയ്ക്കാനും സഹായിക്കുന്നു. അടുത്തതായി നോക്കേണ്ടത് ഇനി സൈനിക സുരക്ഷയാണ്. തങ്ങളുടെ വ്യോമപാതയോ സൈനിക താവളങ്ങളോ ഇറാന് നേരെയുള്ള ആക്രമണങ്ങൾക്കായിട്ട് അമേരിക്കയ്ക്ക് വിട്ടു നൽകില്ല എന്ന് സൗദി അറിയിച്ചിട്ടുണ്ട്. ഇത് ഇറാനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശ്വാസമാണ്. ഇനി അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത് മധ്യസ്ഥതയിലെ മാറ്റമാണ്. അതായത് ചൈനയെ പോലുള്ള രാജ്യങ്ങൾ മിഡിൽ ഈസ്റ്റിൽ സജീവമാകുന്നതോടെ അമേരിക്കയുടെ മാത്രം താല്പര്യങ്ങൾ നടപ്പിലാകാത്ത ഒരു സാഹചര്യം വരുന്നത് ഇറാൻ അനുകൂലമായിട്ട് മാറും. ഇനി സൗദി അറേബ്യ ഇറാനും തമ്മിലുള്ള സാമ്പത്തിക കരാറുകളും അമേരിക്കയ്ക്ക് വെല്ലുവിളിയാകും. ഇറാനിൽ നിക്ഷേപം നടത്താൻ സൗദി അറേബ്യ തയ്യാറാണെന്ന് ഇതിനു മുമ്പ് സൗദി ധനമന്ത്രി മുഹമ്മദ് അൽ ജദാൻ വ്യക്തമാക്കിയിരുന്നു. അടിസ്ഥാന സൗകര്യ വികസനം, ഊർജം എന്നീ മേഖലകളിൽ വലിയ മാറ്റങ്ങൾക്ക് ഇത് വഴിയൊരുക്കും. അമേരിക്കയുടെ നിലനിൽപ്പിന് ഇപ്പോൾ വലിയ രീതിയിലുള്ള ആശങ്കയാണ് ഇത്തരം കാര്യങ്ങൾ. എന്തായാലും ഇതെല്ലാം നടക്കുമ്പോൾ മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതായത് ഒരു വശത്ത് സൗദി അറേബ്യയൊക്കെ തള്ളി പറഞ്ഞുകൊണ്ട് അമേരിക്ക ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. അതായത് അമേരിക്ക പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ സൗദി അറേബ്യ ചെയ്യുന്നില്ല. നിലപാടുകളിൽ വളരെ വ്യത്യസ്തത ഉണ്ട് എന്നതുള്ള കാര്യം ഉൾപ്പെടെ അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടിയാണ്. ഇതിനിടയിൽ മറ്റൊരു കാര്യമുണ്ട്. നവംബറിൽ അമേരിക്കൻ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അപ്പോൾ അവിടെയും ഈ പറയുന്നത് പോലെ തന്നെ വെല്ലുവിളികൾ ഏറെയാണ്. എന്തായാലും 2026 ഈ മെയ് മാസത്തിൽ ഈ ഒരു ദിനത്തിൽ അമേരിക്കൻ രാഷ്ട്രീയം വല്ലാത്തൊരു പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. ഇറാനിലെ അമേരിക്കൻ സൈനിക ഇടപെടൽ 2 മാസം പിന്നിടുമ്പോൾ ലോകശക്തിയുടെ അമരത്തിരിക്കുന്ന ഡൊണാൾഡ് ട്രംപിന് സ്വന്തം ജനതയോട് മറുപടി പറയാനാകാത്ത ഒരു സാഹചര്യം സംജാതമായിരിക്കുകയാണ്. റോയിട്ടേഴ്സ് ഇപ്സോസ് പുറത്തുവിട്ട ഏറ്റവും പുതിയൊരു
ഒരു സർവേ ഫലങ്ങൾ വിരൽ ചൂണ്ടുന്നത് ട്രംപിന്റെ പരാജയത്തിലേക്കാണ്. സർവേയിൽ പങ്കെടുത്ത 66 അമേരിക്കക്കാരും ഒരേ സ്വരത്തിൽ പറയുന്നു, എന്തിനാണ് നാം ഇറാനുമായിട്ട് യുദ്ധം ചെയ്യുന്നത് എന്ന് വ്യക്തമാക്കാൻ പ്രസിഡന്റിന് സാധിച്ചിട്ടില്ല. മുന്നിലൊരു റിപ്പബ്ലിക്കൻ അംഗം പോലും സ്വന്തം നേതാവിന്റെ യുദ്ധ ലക്ഷ്യങ്ങളെ സംശയത്തോടെ കാണുന്നു എന്നത് ഭരണകൂടത്തിന് വലിയ തിരിച്ചടിയായിട്ട് മാറുകയാണ്. സ്വന്തം ജനം പോലും ഈ പറയുന്ന ട്രംപിനെ കൈവിടുകയാണ്. ഫെബ്രുവരി 28 ആരംഭിച്ച അമേരിക്കൻ ഇസ്രായേൽ സംയുക്ത സൈനിക നീക്കം ഇന്ന് അമേരിക്കൻ ജനതയുടെ സാമ്പത്തിക ഭദ്രതയെ തന്നെ ബാധിക്കുന്ന തരത്തിലേക്ക് വളർന്നിരിക്കുകയാണ്. മിസൈലുകളെക്കാൾ കൂടുതൽ ഇന്ന് ലോകത്ത് ഭയപ്പെടുന്നത് എണ്ണവിലയാണ്. കാരണം അത്രയേറെ പ്രഹരമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇറാൻ സ്വീകരിച്ച നയതന്ത്രപരമായിട്ടുള്ള നീക്കങ്ങൾ അമേരിക്കയെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. ലോകത്തെ ആകെ എണ്ണ വ്യാപാരത്തിന്റെ 1/5 കടന്നു പോകുന്ന ഹോർമുസ് കടലിടുക്ക് ഫലപ്രദമായിട്ട് അടച്ചുപൂട്ടാൻ ഇറാന് സാധിച്ചു. അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ ഈ ഒരു ജലപാത തുറക്കാൻ ശ്രമിക്കുന്നുണ്ട് എങ്കിലും ഇറാന്റെ ശക്തമായിട്ടുള്ള പ്രതിരോധം അവരെ തടയുകയാണ് ചെയ്യുന്നത്. അതിന്റെ ഫലമായിട്ട് അമേരിക്കയിൽ പെട്രോൾ വിലയിൽ 50% വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനി 2025 ജനുവരിയിൽ 47% അംഗീകാരത്തോടെ അധികാരമേറ്റ ട്രംപ് ഇത്തവണ 36% എന്ന റെക്കോർഡ് താഴ്ന്ന് ജനപ്രീതിയിലേക്ക് വീണിരിക്കുകയാണ്. അമേരിക്കൻ കുടുംബങ്ങളുടെ സ്വകാര്യ സമ്പാദ്യത്തെ യുദ്ധം നേരിട്ട് ബാധിച്ചു തുടങ്ങിയതോടെ ജനരോഷം ഇരമ്പുകയാണ്. അതായത് ഗ്യാസ് വില വർധനവ് ഉത്തരവാദി ട്രംപ് ആണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ടാണ് ഈ 65 പേരും അതായത് ട്രംപിനെ വിശ്വസിക്കാതെ ട്രംപിന്റെ അനുകൂലികളിൽ നിന്ന് പിന്മാറിയിരിക്കുന്നത്. എന്തായാലും ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വേറെ ഒരു യുദ്ധമല്ല, മറിച്ച് നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള ഒരു പോരാട്ടമാണ്. അമേരിക്കൻ ഇസ്രായേൽ സഖ്യത്തിന്റെ ബോംബിങ്ങിനെ അതിജീവിച്ചുകൊണ്ട് തങ്ങളുടെ എണ്ണ വിപണിയെ ഒരു ആയുധമാക്കി മാറ്റാൻ അവർക്ക് കഴിഞ്ഞു. അമേരിക്കയുടെ ഉപരോധങ്ങളും സൈനിക ഭീഷണികളെയും ഇറാന്റെ ആത്മവീര്യം കൊണ്ട് നേരിടുകയാണ് ചെയ്യുന്നത്. ഹോർമുസ് കടലിടുക്ക് അടച്ചുപൂട്ടുന്നതിലൂടെ ആഗോള ഊർജ്ജ വിപണിയെ നിയന്ത്രിക്കാൻ തങ്ങൾക്ക് കഴിയുമെന്ന് ഇറാൻ തെളിയിച്ചു. അമേരിക്കയും ഇറാനും തമ്മിൽ ധാരണയില്ലാതെ ലോകത്തെ എണ്ണവില ശാന്തമാകില്ല. ഇറാന്റെ കരുത്തുറ്റ നിലപാട് അന്താരാഷ്ട്ര തലത്തിൽ അമേരിക്കയുടെ ആധിപത്യത്തിന് പോറലേൽപ്പിച്ചിരിക്കുകയാണ്. മിസൈലുകളെക്കാൾ വലിയ പ്രതിരോധം തങ്ങളുടെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രത്യേകതയാണെന്ന് ഇറാൻ ലോകത്തിന് മുന്നിൽ കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ അമേരിക്ക മുട്ടുമടക്കുകയാണ്. എന്തായാലും ഇപ്പോൾ സൗദി അറേബ്യ തന്റെ നിലപാടുകൾ മാറ്റി പറയുന്നത് അല്ലെങ്കിൽ നിലപാടുകൾ കുറച്ച് വ്യത്യസ്തത വരുത്തുന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കെണിയിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഇതിനിടയിലാണ് ഇനി തെരഞ്ഞെടുപ്പ് വരുന്നതിനോടനുബന്ധിച്ച് അമേരിക്ക ഇത്തരം നീക്കങ്ങൾ നടത്തുമ്പോൾ ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന തിരിച്ചടി എന്ന് പറയുന്നത്.